ഹലോ, വെൽക്കം ടു ചീമാസ് കിച്ചൺ. ഇന്ന് ചീമാസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് നമ്മൾ വാഴയിലയിൽ പൊള്ളിച്ചെടുത്തിട്ടുള്ള ഒരു ഫിഷാണ്. ഞാനിവിടെ അയലയാണ് എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ, സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചായി ഒഴിച്ചു കൊടുത്ത് അത് ഫിഷിലേക്ക് പുരട്ടാൻ പാകത്തിന് എത്തുന്ന സമയത്ത് അതിലേക്ക് പുരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ആ ഒരു മിക്സ് ചെയ്യാൻ പാകത്തിനാക്കിയിട്ട് ഈ ഒരു മസാല മാറ്റണം. ഈ കാണുന്നത് പോലെ ചെയ്യാം. നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മീനിലേക്ക് പുരട്ടി കൊടുക്കാം. അതുപോലെ തന്നെ മീനിലേക്ക് ഞാനൊന്ന് ഫിഷിൽ ഒന്ന് വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ പാകത്തിന് ഒരു 2-3 വര അതിലേക്ക് നൈഫ് കൊണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്തെടുത്തിട്ട് മിനിമം ഒരു 15 മിനിറ്റിൽ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. ഞാൻ എല്ലാ മസാലയും ഇതിലേക്ക് പുരട്ടിയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് ഞാൻ ജസ്റ്റ് ഒരു സമയം പറഞ്ഞതേ ഉള്ളൂ. കൂടുതൽ സമയം വെക്കുന്നത് നല്ലത് തന്നെയാണ്. ഈ ഒരു 15 മിനിറ്റിന് ശേഷം ഞാനൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പം നമ്മൾ ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫിഷ് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് 2 ഭാഗങ്ങളും നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്കിതിനൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഒരു ഭാഗം ഒന്ന് ശരിയായിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന് മറ്റേ ഭാഗം ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് അതിനൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം കരിയേണ്ട ആവശ്യമില്ല. നല്ലോണം കരിഞ്ഞ് അല്ലെങ്കിൽ നല്ലോണം കുക്ക് ചെയ്യേണ്ട ഇത് വരേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ നമ്മൾ എന്താണെങ്കിലും ഇതിനെ വാഴയിലയിൽ വെച്ചിട്ടൊന്ന് പൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റേ ഭാഗം കൂടി ഒന്ന് ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ഈ വേറെ പാനൊന്നും എടുക്കുന്നില്ല. ഇതേ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ ഇതിലേക്ക് വീണ്ടും 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് സ്ലൈസ് ചെയ്തിട്ടുള്ള ഓനിയൻ, 2 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഓനിയനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഒരു ഫിഷ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഫിഷിൻ്റെ വലുപ്പത്തിനനുസരിച്ച് 2 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഓനിയൻ ഞാൻ ഇതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്നിനെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് വഴറ്റി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം വരും. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, അതും ഏകദേശം 2 ടേബിൾ സ്പൂണോളം വരുന്ന ഇഞ്ചി ഇതിലേക്ക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കണം. ഇത് നല്ലോണം വെന്ത് കിട്ടണം. ഇപ്പോൾ നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയ ഉള്ളിയിലേക്ക്, അതായത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് വഴറ്റിയ ഉള്ളിയിലേക്ക് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലാദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് സോൾട്ടാണ്. നമ്മൾ നേരത്തെ ചേർത്തിട്ടില്ലായിരുന്നു മസാലയിലേക്ക്. ഇനി ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ചില്ലി പൗഡർ 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ ചേർത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നതിനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും മസാലയൊക്കെ ഒന്നുകൂടി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ടൊമാറ്റോ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. ടൊമാറ്റോയും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിനെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 10 മിനിറ്റോളം ടൊമാറ്റോ ചേർത്തതിന് ശേഷം അതിനെ കുക്ക് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റോളം ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുത്ത് ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ടൊമാറ്റോ ഒക്കെ കൂടി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല വാഴയിലയിലേക്ക് മാറ്റി കൊടുക്കണം.
അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടിയ വാഴയില ഇതിലേക്ക് മസാല ഇങ്ങനെ ആദ്യം തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട്. മസാല വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ അതിൻ്റെ മേലെ വെച്ച് വീണ്ടും മസാല അതിൻ്റെ മേലെ ഒന്ന് വെച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ മസാലയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾ വാഴയില എടുക്കുന്ന സമയത്ത് വാഴയില വാട്ടി ഒന്ന് എടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലെയിമിൽ കാണിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടണം. അപ്പം മാത്രം നല്ലൊരു ടേസ്റ്റ് അന്നേരം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മേലെയും ഇങ്ങനെ മസാല ചേർത്ത് ഇങ്ങനെ പുരട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. മേലെ മുകളിലും കൂടി വെച്ചതിന് ശേഷം ഇതിനൊന്ന് നമുക്ക് കെട്ടി കൊടുക്കണം. ഈ കാണുന്ന പോലെ ഒന്ന് പൊതിഞ്ഞ് കൊടുക്കണം. അതിന് ഈ വാഴയിലയുടെ മേലെ തന്നെയുള്ള നാര് ഇതിലേക്ക് എടുത്താൽ മതിയാവും. അതിൻ്റെ മിഡിൽ കാണുന്ന ആ ഒരു ത്രെഡ് കൊണ്ട് നമുക്കിതിനൊന്ന് പൊതിഞ്ഞു കൊടുക്കണം. പൊതിഞ്ഞൊന്ന് ടൈ ചെയ്ത് കൊടുക്കണം. ഈ കാണുന്നത് പോലെ ചെയ്താൽ മതിയാവും. അതിൻ്റെ 2 സൈഡും അതുപോലെ തന്നെ മിഡിലും ഞാൻ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് വാഴയിലൊക്കെ കിട്ടാന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ നല്ലൊരു ടേസ്റ്റാണ് വാഴയിലയുടെയും അതുപോലെ തന്നെ ഫിഷിൻ്റെയും മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല തന്നെയാണ്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതിന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. വീണ്ടും പാനിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആ പാനിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്ത അതേ പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം ഈ വാഴയിൽ പൊതിഞ്ഞ ഫിഷിനെ ഇതിലേക്ക് വെച്ച് ഒരു 8 മിനിറ്റ് 2 ഭാഗം കൂടെ വേവിച്ചെടുക്കണം. മിനിമം ഒരു 8 മിനിറ്റ്. അപ്പം അതിലേക്ക് വെച്ച് ഒരു 8 മിനിറ്റിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തൊന്ന് മറിച്ച് കൊടുക്കണം. ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മറ്റേ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്ത് കിട്ടാനായിട്ട്. ഇത് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. നമുക്കിതിൻ്റെ മറ്റേ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ 8 മിനിറ്റ് അതും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മറ്റേ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പ്ലേറ്റിലേക്ക് മാറ്റണം. ഇങ്ങനെ ട്രൈ ചെയ്തില്ലാത്തവർ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക്